ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ ശുശ്രൂഷകളും നടന്നു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിൽ നടന്ന ദിവ്യബലിയിലും അനുസ്മരണ ശുശ്രൂഷകളിലും വൈദികരും സന്യസ്തരും ആൽമായരും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. 1.5 പതിറ്റാണ്ടോളം ഇടുക്കി രൂപതയ്ക്ക് ഈടുറ്റ നേതൃത്വം നൽകിയ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകിയത്. ഇടുക്കിയുടെ കുടിയേറ്റ കർഷക ചരിത്രത്തിൽ ഒരു പുത്തൻ ഏട് എഴുതിച്ചേർത്ത അതുല്യ പ്രതിഭയായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രം ഇല്ലായ്മയുടെയും കണ്ണുനീരിന്റെയും നെടുവീർപ്പുകൾ പറയുന്ന ചരിത്രമാണ്. അത്തരത്തിൽ പട്ടിണിയുടെ ദുരിതങ്ങളുടെ നൊമ്പരം വേണ്ടുവോളം അറിഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇടുക്കിയുടെ പ്രഥമ ഇടയന്റെ ഉത്ഭവം. കണ്ണീരനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുവന്ന ഇടയന് മലയോര നാട്ടിലെ ജനത്തിന്റെ ആകുലതകൾ വായിച്ചെടുക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. കർഷകന്റെ ആകുലതകളും കണ്ണീർക്കഥകളും തൊട്ടറിഞ്ഞ അഭിമന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ശുശ്രൂഷാ മേഖലയുടെ അതിർവരമ്പുകൾ പൊളിച്ചെഴുതി. വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ പാലകൻ എന്ന ദൗത്യത്തോടൊപ്പം തന്നെ ഇടുക്കിയിലെ നാനാജാതി മതസ്ഥരായ സാധാരണ ജനങ്ങളുടെ ഉറപ്പുള്ള ശബ്ദം കൂടിയായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ഇടുക്കിക്കു വേണ്ടി, ഇടുക്കിയിലെ ജനതയ്ക്കു വേണ്ടി കൊടുങ്കാറ്റ് പോലെ ആ ശബ്ദം മലയോരത്തിന്റെ മലമടക്കിൽ പ്രകമ്പനം കൊണ്ടു. സഭ നേരിടുന്ന വിവിധങ്ങളായ വെല്ലുവിളികളിൽ പ്രവാചക ധീരതയോടെ ഉറച്ച നിലപാടെടുത്ത ഇടയശ്രേഷ്ഠനായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ധാർമ്മിക മൂല്യങ്ങൾക്കും കുടുംബങ്ങളുടെ വളർച്ചയ്ക്കും അദ്ദേഹമെടുത്ത ധീര നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി മതം മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഇടയ ശ്രേഷ്ഠനായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ഇടുക്കി രൂപതയുടെ മാത്രമല്ല സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം കുറിച്ചിട്ടായിരുന്നു 2020 മെയ് മാസം 1-ാം തീയതി ഇടുക്കിയുടെ പ്രിയപുത്രൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ തന്റെ സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായത്.